ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? മുത്തുമണികളെ, ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. നല്ലൊരു ഹെൽത്തി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി പോലും ഓയിലോ നെയ്യോ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. ഞാൻ ഒരു തുള്ളി പോലും ഓയിലോ നെയ്യോ ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണിയാണ്. നല്ല ഹെൽത്തി ബിരിയാണിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല അതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നല്ലപോലെ കഴുകി ക്ലീനാക്കി വെള്ളമൊക്കെ വാരാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതും നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ചേർക്കരുത്, ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു പിടിയോളം പുതിനയുടെ ഇലയും അതുപോലെ തന്നെ ഒരു പിടിയോളം മല്ലിയിലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയും പുതിനയുടെ ഇലയൊക്കെ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പുതിനയുടെ ഇല സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് ഗരം മസാലപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ കൂട്ടി കുഴയ്ക്കാതെ ആദ്യം തന്നെ നമ്മളിതിൻ്റെ മേലിട്ടിട്ടുള്ള ഈ സവാളയും തക്കാളി, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, അത് നല്ലപോലെ കൈവച്ച് ഞെരടി എടുക്കണം. കൈവച്ച് നല്ലപോലെ അമർത്തി ഞെരടി എടുക്കണം കേട്ടോ. ഇത് ഞെരടി എടുത്ത ശേഷം മാത്രം നമ്മൾ ചിക്കനും കൂടി കൂട്ടിക്കുഴച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാൻ പാടുള്ളൂ. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട കേട്ടോ. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപാടി കഴിയും. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. ഇതുപോലെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ബിരിയാണി കഴിക്കണം എന്നൊക്കെ നല്ലോണം ക്രേവിങ്സ് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ്. അത് മാത്രമല്ല, എപ്പോഴെപ്പോഴും ഇതുപോലെ ബിരിയാണി കഴിക്കണം എന്ന് തോന്നുന്നവർക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പി കൂടിയാണ് കേട്ടോ. ഇതപ്പോൾ ഞാൻ കൈവച്ച് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് സമയമുണ്ടെങ്കിൽ വെക്കണം. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതിനെ കൊണ്ട് കുക്കറിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കുന്ന വിചാരിച്ചിട്ട് ഞാനൊരു വാഴയില വാട്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ടുള്ള ചിക്കൻ പീസസൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു തുള്ളി പോലും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇത് ചിക്കനിൽ നിന്നും ഈ മസാലയിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ഇറങ്ങിയിട്ട് ഇതിൽ ചിക്കനിൽ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വാഴയില വെച്ച് കൊടുത്തത്. ഇനി കുക്കർ മൂടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരി റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 കപ്പ് റൈസ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെള്ളം വാരാനായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതപ്പോൾ ഒരു വിസിൽ വന്ന ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷം ഞാനിപ്പോൾ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നെയ്യും വെള്ളമൊക്കെ ആയിട്ട് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ പേടിച്ച പോലെ അടി പിടിച്ചിട്ടില്ല. ഇനി ഇത് തവി വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കരുത്. ഞാനിത് അടി പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് 2-3 ഏലക്കായ, 2-3 ഗ്രാമ്പു, 2-3 കഷ്ണം പട്ട, സ്റ്റാർ, അതുപോലെ ജാതിപത്രി 2-3 പീസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൈസസ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമല്ല, നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള ലെവലിലാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചൊന്ന് ഇളക്കരുത്. ജസ്റ്റ് കുക്കർ പിടിച്ചൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കഴുകി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുള്ള അരി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ലെവലാക്കി കൊടുക്കുക. അരി ചിക്കനും അരിയും പാടെ ഒന്നാകെ ഇളക്കി മിക്സാക്കി എടുക്കരുത്. ജസ്റ്റ് അരി മാത്രം ജസ്റ്റ് ഒന്ന് ഇളക്കി ലെവലാക്കി എടുക്കുക. ഇനി കുക്കർ മൂടിയിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക.
അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കൂടി അതിലുണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഇതപ്പോൾ 1 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഷറൊക്കെ പോയ ശേഷം ഞാൻ കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. റൈസൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ വെച്ച് ഇളക്കിയെടുക്കുന്ന സമയത്ത് ഒന്നാകെ ഉടഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി മണമുണ്ട് കേട്ടോ ബിരിയാണിക്ക്. നമ്മൾ മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്തതിൻ്റെ നല്ലൊരു മണമുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചൂടോട് കൂടി കഴിക്കാനായിട്ട്. നല്ലൊരു അച്ചാറോ റൈത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഒരു തുള്ളി പോലും എണ്ണയും നെയ്യും ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് അടിപൊളിയായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ബിരിയാണി കഴിക്കാമല്ലോ. ബീഫ് വെച്ചാണെങ്കിലും നമുക്കിതുപോലെ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കയറി നോക്കി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.